Excuse me, madam. May I come in, ma'am? I'll get back. Okay then, I'll call you back. Yes? Good morning, madam. ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണം. Now what's the time? 10:30 കഴിഞ്ഞു. അത് കുറച്ച് മുമ്പ്. ഇപ്പോ സമയം 11:30 മണിയാകുന്നു. എപ്പോഴാണ് ഓഫീസ് ടൈം? Tell me. മാം, 10 മണി. എന്നും ലേറ്റായി വരാൻ നിഖിലിന് ആരെങ്കിലും പെർമിഷൻ തന്നിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടല്ല മാഡം ഓഫീസിൽ വരുന്നത്. അതിന് എല്ലാ ദിവസവും നിങ്ങൾ വരാറില്ലല്ലോ. യു ആർ റെഗുലർലി ഇറഗുലർ. അതല്ലേ ശരി? സോറി മാം, വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സോ വാട്ട്? നിങ്ങൾ ദിവസവും 1/2 മണിക്കൂർ വൈകി ഓഫീസിലേക്ക് വന്ന നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീരുമോ? ജോലിക്ക് കൃത്യമായി വരാതിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിഖിലിന്റെ പേരിലുള്ളത്. നിങ്ങൾ കാണിച്ചിട്ടുള്ള ക്രമക്കേടുകളെ പറ്റി ഹെഡ് ഓഫീസിലേക്ക് ഞാനൊരു റിപ്പോർട്ട് അയച്ച അടുത്ത നിമിഷം നിഖിലിന് ജോലി നഷ്ടപ്പെടും. അയ്യോ മാഡം, റിപ്പോർട്ട് അയക്കല്ലേ. ഞാൻ എന്തിനു നിങ്ങളെ ടോളറേറ്റ് ചെയ്യണം? ഓക്കെ, 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സ്പ്ലനേഷൻ കിട്ടണം. ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. കേൾക്കുന്നുണ്ടോ? മാം, ഇനി ഞാൻ ജോലി ശരിക്കും ഉത്തരവാദിത്തം കാണിക്കാം. അപ്പൊ ഇതുവരെ കാണിച്ച മിസ്റ്റേക്കുകളോ? കുട്ടനാടൻ വിഭവങ്ങളല്ലേ ഇന്നത്തെ സ്പെഷ്യൽ? അതെ സർ. ഓക്കെ സാർ വാട്സാപ്പിൽ അയച്ചു തന്നതുപോലെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഗുഡ്, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ സർ. സാർ, അയ്യോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോ സാറ് റിട്ടയർ ആയെന്ന്. അയ്യോ അല്ല, ഡിസ്ചാർജ് ആയെന്ന് അറിഞ്ഞു. അപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വിട്ടു. എന്നാലും എന്റെ സാറിന് ആക്സിഡന്റ് പറ്റിയ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? തലയ്ക്ക്? ആ, എന്റെ കാലിന് ചെറിയൊരു മുറിവ് പറ്റി, അത്രേ ഉള്ളൂ. ആണോ? ഓ, എന്റെ പ്രാർത്ഥന ഉണ്ടാ സാറിന്റെ തലയിലെ മുറിവ് കാലിലോട്ട് മാറിയത്. എന്നാലും സാറ് അപകട വിവരം എന്നെ വിളിച്ചൊന്നും അറിയിച്ചില്ലല്ലോ. അറിയിക്കെന്താ വിമല, കല്യാണം മറ്റായിരുന്നോ? പക്ഷെ ഫ്ലാറ്റിലുള്ള ചിലരെയൊക്കെ അറിയിച്ചു. അതൊന്നും മറന്നില്ലല്ലോ. മീരയാണോ ഉദ്ദേശിച്ചത്? ഞാൻ മീര അറിയിച്ചതല്ല. എനിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ അയാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ മീര ഹോസ്പിറ്റലിൽ വന്നത്. സാർ എവിടെ പോയാലും ആ പെണ്ണുമ്പിള്ള ചുറ്റിപ്പറ്റി ഉണ്ടാവും. അന്നേരം ഞാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബൈക്ക് തട്ടിയപ്പോഴേ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. അയ്യോ ഈശ്വരാ, ആ സമയത്ത് അവിടെ വന്ന് സാറിനെ ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. പകല് മുഴുവനെ ഓരോ ആവശ്യമൊന്നും പറഞ്ഞ് പുറത്ത് കറങ്ങി അടിച്ച് നടക്കുക. ആര്? ആ മീരേച്ചിയുടെ കാര്യമാ. രാത്രിയിലെ അവരന്വേഷിച്ച് പുറത്തുള്ള ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട്. മനസ്സിലായില്ല. കഴിഞ്ഞ രാത്രി ഫ്ലാറ്റിലുണ്ടായ സംഭവം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല. അയ്യോ എന്റെ സാറേ, ഞാൻ നോക്കുമ്പോഴേ നിഴല് പോലെ ആരോ ഒരാള് മീരച്ചിയുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു. എപ്പോ? ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ഞാൻ ആദ്യം കരുതിയത് നിഖിലായിരിക്കുമെന്നാ. അപ്പോഴുണ്ട് നമ്മുടെ കൃഷ്ണൻകുട്ടിയങ്ങളെ ബഹളം വയ്ക്കുന്നു. കള്ളം കയറിയെന്ന് ഫ്ലാറ്റിലുള്ള എല്ലാരും ഓടിക്കൂടി. എന്തോ ചെയ്യാനാ? കള്ളനെ പിടികൂടിയോ? എവിടെ? അത് കള്ളനൊന്നും അല്ല, അവളുടെ കാമുകനാ. ആരായിരുന്നു മനസ്സിലായോ? അതെങ്ങനെ? അവൻ മുങ്ങിക്കളഞ്ഞില്ലേ? അയാൾ എന്തിനാ മീരയുടെ ഫ്ലാറ്റിനടുത്ത് വന്നത്? അയാൾക്ക് ആ ഫ്ലാറ്റിലുള്ള ആരെയോ കാണാനാ. പിന്നല്ലാതെന്താ? ഈ കാറ്റ് മാറി വീശാൻ പോവുക. ആഹാരം പാചകം ചെയ്യുന്നത് ആരുടെയും കുത്തകയൊന്നുമല്ല. നിങ്ങളെ വെല്ലുന്ന കുക്കിംഗ് ഈ വിമല തുടങ്ങാൻ പോവുക. അരവിന്ദ് രാജ ഇനി ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ആരാധകനായി മാറും. അതെ, നിങ്ങളുടെ ചക്കപ്പായസവും മത്തങ്ങാപ്പുഴുക്കും ചക്കക്കുരു മെഴുക്ക് വരട്ടിയും ഇനി പുള്ളിയുടെ മുന്നിൽ ചെലവാവാൻ പോകുന്നില്ല. ഒരു മീരാ സ്വീറ്റി.
ഇനി വിമല വെറൈറ്റീസിന്റെ കാലവാ. നിങ്ങൾ പാചക റാണിയാണെങ്കിൽ ഈ വിമല പാചക മഹാറാണിയാവും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ കൊടിയേറ്റോ ഇന്ന്. ഇനി ചലഞ്ച് നോക്കിക്കോ. എന്നാലും എന്തായിരിക്കും അച്ഛാ സസ്പെൻസ്? ഒരു പിടിയില്ല. വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവൂ? അറിയില്ല, നോക്കാം. ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? ആർക്കറിയാം. എന്തായാലും വിമല സർപ്രൈസ് എന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. ആ, നമുക്ക് നോക്കാം. മേധ, വിമലിനെ വിളിച്ചു പറഞ്ഞു 11:30 കഴിയുമ്പോ ഇങ്ങോട്ട് വരണമെന്ന്. എന്നെ വിളിച്ചു പറഞ്ഞു. അതെ, ആക്ച്വലി എപ്പോഴാ വിമല മോളെ വിളിച്ചത്? അച്ഛൻ ഇത് എങ്ങോട്ടായി കേറി പോകുന്നേ? എവിടെയൊന്നും ചോദിച്ചാ മതി. അല്ല മോളെ, ഞാനേ രാഗിണിയോട് വിവരം. രാഗിണി പറഞ്ഞോളും. ഓ, കൊറേ മുമ്പാ പറഞ്ഞത്. എന്തിനാന്നറിയില്ല. കാര്യം എന്താ നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. എന്താണെന്നും എന്തിനാണെന്നും അവളെ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാലേ ഇവള് സമ്മതിക്കണ്ടേ? ആ, സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. എന്താ? എനിക്ക് കൊറിയറിൽ അയച്ച സമ്മാനം കിട്ടിയെന്ന്. എന്ത് സമ്മാനം? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ, പിന്നെ നമ്പർ ഇറക്കല്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ ഗിഫ്റ്റ് ഒന്നും അയച്ചിട്ടില്ല. ഇത്രയും അടുത്തിരുന്നോണ്ട് കൊറിയർ വഴി സമ്മാനം അയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? അപ്പൊ മീര അയച്ചില്ലെന്നാണോ പറയുന്നത്? അതെ, ഞാൻ അയച്ചിട്ടില്ല. ആരാണ് അയച്ചെന്ന് അതീ കാണുമല്ലോ. നോക്കൂ. ഫ്രം അഡ്രസ് കാണുന്നില്ലല്ലോ. ഇത് പിന്നെ ആരായിരിക്കും? നിഖിൽ, നിഖിലിന് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? മീര ചേച്ചി, മുത്തശ്ശൻ, നിഖിൽ, നീള എന്നൊക്കെ വെച്ചാലേ എനിക്കെന്റെ ചങ്ക. ആ വീട്ടിലേക്ക് ഒരാൾ കയറുന്ന കണ്ടപ്പോ ഞാൻ അങ്ങ് പ്രതികരിച്ചു. അതൊരു തെറ്റാണോ നിഖിലേ? സത്യം എന്താണെന്നറിയാതെ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യരുത്. അത് പലരെയും നെഗറ്റീവായി ബാധിച്ചെന്നിരിക്കും. എന്ത് ചെയ്യാനാ? ഞാനൊരു പാവമായിപ്പോയി നിഖിലേ. എന്റെ മനസ്സിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല. തുറന്നങ്ങ് പറയും. കളങ്കമില്ലാത്ത മനസ്സാണേ. ശരി ശരി. അല്ല നിഖിലേ, നില ഇതുവരെ യാത്ര കഴിഞ്ഞു വന്നില്ലയോ? ഇല്ല. അയ്യോ, അതെന്തൊരു ഒഫീഷ്യൽ ടൂറാ? ഈ സാധാരണ ഓഫീസിൽ നിന്ന് ടൂർ പോയാ 1 or 2 ദിവസം, ഏറിയ ഒരു 3 ദിവസം. അയ്യോ, ഇതിപ്പോ എത്ര ദിവസമായി? അയ്യോ, ഇതിനാ പറയുന്ന എളിമേന്ന്. ചേച്ചി, ഇതെന്ത് ദോശയാ? ചോക്ലേറ്റ് ദോശ. ചോക്ലേറ്റോ? ചോക്ലേറ്റ് ദോശ. ഇത് കഴിക്കാനാണോ ചേച്ചി? അയ്യോ, ഞാന് ആദ്യമായിട്ട് കേൾക്കുക, അതുകൊണ്ടാ. എങ്കിരിക്ക് കഴിച്ചിട്ട് പോ. നിർബന്ധിച്ച ഞാൻ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പോലീസ് അസോസിയേഷന്റെ സ്പെഷ്യൽ മീറ്റിംഗാ.
ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം ജൂണിലുണ്ട്. അപ്പോഴാണ് വിപുലമായിട്ടുള്ള പരിപാടികൾ. ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? മീര സ്വീറ്റി അസോസിയേഷന്റെ മീറ്റിംഗിന് മീര സ്വീറ്റി വേണം. എന്നാ അത്? 27-ാം തീയതി. ഓ, 27 പറയുമ്പോ എക്സ്ക്യൂസ് ഒന്നും പറയരുത്. ഞങ്ങളുടെ കമ്മീഷണറുടെ വൈഫ് ഇവിടെ നിന്ന് ചക്കപ്പായസം കഴിച്ചിട്ടുണ്ട്. മാഡം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്തായാലും മീറ്റിംഗിന് രാജ് കിച്ചണിലുള്ള ചക്കപ്പായസം മസ്റ്റാ. നേരിട്ട് കണ്ട് ഓർഡർ തരാൻ വേണ്ടിയാ സാറിന് ഇങ്ങോട്ട് അയച്ചത്. അഡ്വാൻസ് തരട്ടെ? ഏയ് വേണ്ട വേണ്ട. ഒരു പ്രശ്നമുള്ളത്, ഞാനൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായിരുന്നു. കാലിനായിരുന്നു മുറിവ്. അത് കാരണം അധികം നേരം നിന്നുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ മീര സ്വീറ്റി ഉണ്ടാക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് സാറ് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും, പക്ഷേ കമ്മീഷണർക്കും ഭാര്യയ്ക്കും മനസ്സിലാവണ്ടേ? അപ്പോ 27-ാം തീയതി മീര സ്വീറ്റി റെഡിയാണല്ലോ? ആലോചിച്ചിട്ട് പറയാം. എന്തായാലും ഉറപ്പ് പറയുന്നില്ല. ഏയ് അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. നോക്കട്ടെ. എന്തായാലും ഞാൻ സാറിനെ വിളിക്കാം. ശരി, ഓക്കെ. ചെറിയ തോതിൽ പ്രമേഹമുള്ള എന്നെ ആശുപത്രിയിലാക്കണമെന്ന് മീരയ്ക്ക് വല്ല ഉദ്ദേശമുണ്ടോ? അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? ഈ മധുരദോശ ഉണ്ടാക്കിയത് പിന്നെന്തിന്? മുത്തശ്ശ, ഷുഗർ കൂടുന്ന സംശയം ഉണ്ടെങ്കിലേ ഈ ചോക്ലേറ്റ് ദോശ കഴിക്കാതിരുന്ന പോരെ? ഇവിടെ ഉണ്ടാക്കുന്ന സാധനം കഴിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാ, നീയല്ല. അച്ഛാ, വേണമെങ്കിൽ ഇവക്ക് ഒരു ദോശയും കൂടെ കൊടുക്ക്. ആർത്തി തീരട്ടെ. അയ്യോ, എനിക്ക് മതി. പിന്നെ നിർബന്ധിച്ച ഒന്നുകൂടെ കഴിക്കാം. എന്തോന്നാ പറഞ്ഞത്? അല്ല, ദോശ മതി. പിന്നെ നിർബന്ധിക്കുവാണെങ്കിൽ ഒന്നുകൂടെ കഴിക്കാന്ന് പറയുമായിരുന്നു. അയ്യോ, നിഖിൽ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ അടുത്തില്ലാത്തോണ്ടാണോ? അല്ല, നിങ്ങൾ അടുത്തങ്ങനെ വരുവോ? അതിപ്പോ ഞാൻ എത്ര പറഞ്ഞിട്ടും ആ ASIക്ക് മനസ്സിലാവുന്നില്ല. മീര വിചാരിച്ച മാത്രം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയൂ. എനിക്ക് താല്പര്യമുള്ള കാര്യമാണെന്നറിയാലോ. പക്ഷേ അതെന്താ ഒരു പക്ഷേ? രാജ് കിച്ചണിൽ വന്ന് അരമണിക്കൂർ കൊണ്ട് ചക്കപ്പായസം ഉണ്ടാക്കി തിരിച്ച് വീട്ടിലെത്താൻ പറ്റില്ലല്ലോ. കൊറേ സമയം വേണ്ടേ? അത്രയും നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഞാൻ സ്വയം തീരുമാനം എടുത്താ പോരാ. പിന്നെ അച്ഛന്റെ അനുവാദം വേണം. അത്രേ ഉള്ളോ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? പോകണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ എനിക്കതനുസരിച്ചല്ലേ പറ്റൂ. ഏയ്, അങ്ങനെ സമ്മതിക്കാതിരിക്കൊന്നുമില്ല. അതിനറിയാവുന്നതല്ലേ അച്ഛന്റെ സ്വഭാവം. കുട്ടികളെ പോലെയാ. ഒറ്റ വാക്കില് വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. അതെന്താ? ഫ്ലാറ്റില് സാധനങ്ങൾ എത്തിച്ചാ മതി. ഞാൻ പായസം അവിടെ വെച്ചുണ്ടാക്കാം. എന്നിട്ടത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വണ്ടിയുമായിട്ട് വന്നാ പോരെ? അത് പ്രാക്ടിക്കൽ അല്ല. രാജ് കിച്ചണി വന്ന് മീര സ്വീറ്റ് തയ്യാറാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിലും അത് പറയും. എന്താ ഇത്? ചുമ്മാ എഴുതാപ്പുറം വായിക്കുക. എന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാത്തത് എന്താ? അയിനോ, നോക്ക്, എല്ലാ ജില്ലയിൽ നിന്നുള്ള പോലീസ് ഓഫീസേഴ്സ് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. രാജ് കിച്ചന്റെ രുചി അവരിലൂടെ എല്ലാ സ്റ്റേറ്റിലും എത്തും. ഇത്രയും ഡ്രൈവ് ചെയ്തപ്പോ കാലിനെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല, പെട്ടെന്ന് ഫ്ലാറ്റിന് മുന്നിൽ എത്തിയൊരു ഫീല്. വളരെ പതുക്കെയാ കാർ ഓടിച്ചത്. അത്രയും സമയം ഒരുമിച്ചിരിക്കാന്ന് വിചാരിച്ച. ഉണ്ണിത്താൻ സാറിനോട് എപ്പോ സംസാരിച്ച് പെർമിഷൻ വാങ്ങും? അച്ഛന്റെ മൂഡിനനുസരിച്ച് സംസാരിക്കാം. പെട്ടെന്ന് വേണം. അനുകൂലമായൊരു മറുപടി വാങ്ങുകയും വേണം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ദേ, നോക്കിയാ പോരാ, ഓക്കെ ആക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അനുവാദം വാങ്ങണേ മീര.
എന്നാ ശരി, ഞാൻ പോട്ടെ. കറക്കം കഴിഞ്ഞ് എത്തിയോ? അച്ഛൻ ചായ കുടിച്ചോ? ഇല്ല. എന്നാ ഞാനിപ്പോ ചായ എടുക്കട്ടെ? വേണ്ട. ഇതുവരെ എവിടെയായിരുന്നു എന്ന് പറയാതെ ഒരു സോപ്പ് വർത്തമാനം. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയട്ടെ? ആ, ഒരാൾ എന്നോടൊരു സഹായം ചോദിച്ചു. സോ നിങ്ങളുടെ മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ രണ്ടുപേരും അറിഞ്ഞിരിക്കണം ഓഫീസിലെ നിഖിലിന്റെ പ്രശ്നം. എനിക്കത് അവരോട് പറയണം. ഇപ്പൊ വന്നത് അതിനു വേണ്ടിയോ? അയ്യോ മാം, അക്കാര്യങ്ങളൊന്നും അവരോട് പറയരുത്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ സഹിക്കില്ല. മുത്തശ്ശനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. എന്റെ വൈഫിനോട് ഞാൻ എന്ത് സമാധാനം പറയും? അതൊക്കെ നിങ്ങൾ നേരത്തെ ആലോചിക്കണമായിരുന്നു. ദയവ് ചെയ്ത് മാഡം എനിക്കൊരു അവസരം കൂടി തരണം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതുവരെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളോ? അതിന് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. ആരുടെ മുമ്പിലും മാപ്പ് പറയാം. സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കമ്പനി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാലോ? കോമ്പൻസേഷൻ കൊടുക്കാനുള്ള തുക നിഖിലിന്റെ കയ്യിലുണ്ടോ? എങ്ങനെ നഷ്ടപരിഹാരത്തിനുള്ള പണം ഉണ്ടാക്കും? മോഷണം? അതോ വീണ്ടും തട്ടിപ്പ് നടത്തോ? മുത്തശ്ശനോ അമ്മയോ തരണം. അപ്പൊ അവരോട് ഇങ്ങനെ ഒരു കാര്യം വന്നേക്കുമെന്ന് സൂചിപ്പിക്കണ്ടേ? വേണ്ട മാം, അമ്മയും മുത്തശ്ശനും നിളയെ ഒന്നും അറിയാൻ പാടില്ല. പ്ലീസ് മാം, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. മാം, ഞാൻ കാല് പിടിക്കാം മാം. എന്തായാലും അവര് വരട്ടെ. ഗുളിക കഴിച്ചിട്ട് എനിക്കൊരു 2 മിനിറ്റ് കിടക്കണം. അല്ലെങ്കിൽ ക്ഷീണമാ. വീണുപോയ എന്റെ കൊച്ചുമോൻ താങ്ങാതിരിക്കില്ല. എന്നാലും വീഴാതെ നോക്കണമല്ലോ. പ്ലീസ് മാം. മീരേ, മീരേ. ദാ വരുന്നച്ചാ. ഇതുകൂടെ കൊണ്ടുപോണം. എന്താണ്? കുറച്ച് ഐസ്ക്രീമാ. ഏയ്, അതൊന്നും വേണ്ട. ഞാനുണ്ടാക്കിയതാ. ഈന്തപ്പഴം ഐസ്ക്രീമാ. ഈന്തപ്പഴത്തിന്റെ ഐസ്ക്രീമോ? മോന്റെ മാം അവനെ കാണാൻ വേണ്ടി വന്നതല്ലേ, വെറും കൈയോടെ വിടുന്നത് എങ്ങനെയാ? ഇതെന്തുവാടി? 4A ഇല്ല റോബിൻ, 3B ഇല്ല അഭിരാമി. ഇവർക്ക് ടിക്ടോക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കൂട്ടുകാരല്ലേ വിമലെ? കൂട്ട്. ഇത് കാട്ടിക്കൂട്ടല്ല. നോക്ക് നോക്ക് നോക്കുവാടി. അതല്ല, അങ്ങോട്ട് നോക്ക്. ഒരു മദാമ. മദാമയോ? എവിടെ? ഇതേതോ പുതിയ പാർട്ടിയാ. ഹലോ മാഡം, ഹൗ ഓൾഡ് ആർ യു? What? സോറി, ഐ മീൻ ഹു ആർ യു? മീര ചേച്ചിയുടെ വീട്ടില് ആരെ കാണാൻ വന്നയാ? നിഖിലിനെ. നിഖിലിനെയോ? അയാൾ വർക്ക് ചെയ്യുന്നത് എന്റെ ഓഫീസിലാ. ഓ, അങ്ങനെ. എക്സ്ക്യൂസ് മീ, സോറി, മാമിന്റെ പേരെന്തുവാ? ഐ എം ജൂലി. ആ,
നിഖില് മാത്രമേ ഇപ്പോ വീട്ടിലുണ്ടായിരുന്നുള്ളോ? എന്തെങ്കിലും ഓഫീസ് മാറ്റർ സംസാരിക്കാൻ വന്നതാണോ മാഡം? ഞങ്ങളെ വലിയ അടുപ്പക്കാരാ. ഇത് രാഗിണി, ഐ എം വിമല. നിഖിലിന്റെ അമ്മയ്ക്കും വൈഫിനും ഞങ്ങൾ അറിയാത്ത ഒരു രഹസ്യമില്ല കേട്ടോ. എല്ലാം ഞങ്ങളോട് പറയും അല്ലേ? പിന്നെ അല്ലാതെ. ഇപ്പൊ മാഡം എന്തിനാ വന്നല്ലേ ഞങ്ങളോട് പറയും. മാഡം എന്തിനാ നിഖിലിന്റെ വീട്ടിൽ വന്നേ? അവര് പറയുമല്ലോ, അന്നേരം പറഞ്ഞാ മതി. മാഡം മാഡം പോലെ മാഡം മാഡം ഒത്തിരി ദൂരമുണ്ട്, ലിഫ്റ്റിൽ പോവാം. എന്നാ പിന്നെ നടക്കട്ടെ. എന്തുവാണ് ഇത്? ഒരു മതല്ല വലിയ പത്രാസുകാരി. എന്നാലും അവരെന്തിനായിരിക്കും വിമലെ വന്നത്? എന്തോ സംതിങ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിഖിലുമായിട്ട് അവർക്ക് എന്തോ അടുപ്പമുണ്ടെന്നാ. വിമലെ എടി, അല്ലെങ്കിൽ എന്തിനിപ്പോ അവരിങ്ങോട്ട് വരണം? ഏയ് നിഖിലേ ആ ടൈപ്പ് അല്ല. അത് നമ്മടെ മുമ്പില് അമ്മച്ചി ഒരു വഴിയെ, ഭാര്യ വേറൊരു വഴിയെ. എന്നാ അവന് തോന്നിക്കൂടെ ഒന്ന് പശപശകായിട്ട് നടന്നൂടെന്ന്? അല്ലെങ്കിൽ ഓഫീസിൽ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ മയക്കെടുക്കുന്ന ബോസിനിമാരും ഉണ്ട്. നിഖിലും ജൂലിയും തമ്മിൽ അത്തരത്തിലുള്ളൊരു ബന്ധമുണ്ട്. വിമലെ നീ വെറുതെ ഓരോന്നും പറയല്ലേ. ഇനി ഒരു ബന്ധവും ഇല്ലെങ്കിലേ അവര് തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അത് നിളയുടെയും മീര ചേച്ചിയുടെയും ചെവിയിലെത്തിക്കണം. അങ്ങനെ കുറച്ചു നാളത്തേക്കെങ്കിലും മാനസികമായിട്ട് അവരെ നമുക്ക് തളർത്തണം. ദേ, മീര ചേച്ചിയുടെ കുടുംബത്തിന് നേരെ പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു പടക്കവും ഈ വിമല ഒഴിവാക്കത്തില്ല. കുറെ എണ്ണം ചീറ്റി പോയാലും ആ കുടുംബത്തിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു വലിയ പടക്കം എന്റെ കയ്യിൽ കിട്ടും ഒരു ദിവസം. നിഖിൽ ജൂലി ബന്ധം അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു പടക്കമാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്പൂൺ കഞ്ഞി എന്റെ നാവിൽ തൊട്ടപ്പോഴേ മീരയുടെ സിഗ്നേച്ചർ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. പാവം ഗീത കുറെ വഴക്ക് കേട്ടു. അപ്പോ ദേഷ്യമൊക്കെ ഉണ്ട് കയ്യില്. ഏത് ദേഷ്യത്തെ അലിയിച്ചു കളയുന്ന രുചിമരുന്ന് മീരയുടെ കയ്യിലുണ്ടല്ലോ. രാവിലെ കഞ്ഞി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരാനുള്ള ചേതുവികാരം എന്താണ്? ഇടയ്ക്ക് പറഞ്ഞില്ലേ കഞ്ഞി കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പാവം തോന്നിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടു വന്നതാ. ഒരു പ്ലേറ്റ് എടുത്തിരുന്നാ കുറച്ച് കഴിക്കാം. എനിക്ക് വേണ്ട. എനിക്ക് കഞ്ഞി കോരി തരുമോന്ന് ചോദിക്കണമെന്നുണ്ട്. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ആവി പറക്കുന്ന നല്ല ചൂട് കഞ്ഞി പ്ലാവില കൊണ്ട് കോരി ഊതി ഊതി കുടിക്കാനേ ഒരു പ്രത്യേക രസം. പ്ലാവില എടുക്കണോ ഇപ്പോ? വേണ്ട, ഇനിയും സമയമുണ്ടല്ലോ. ഈ കഞ്ഞികുടിയെ സ്ഥിരം പരിപാടിയാക്കാൻ പറ്റില്ല കേട്ടോ. ചൂട് കഞ്ഞിയും ചമ്മന്തിയും ചുട്ടപ്പപ്പടവും രാജ് കിച്ചണിലെ ഒരു സ്ഥിരം ഐറ്റം ആക്കിയാലോ? മെനുവിൽ അതുകൂടി ചേർത്താ മതി. വേണ്ട വേണ്ട വേണ്ട, ഇത് മറ്റാർക്കും വിളമ്പുന്ന പ്രശ്നമേ ഇല്ല.
അതെന്താ? ഈ കഞ്ഞിയും ചമ്മന്തിയും അരവിന്ദ് രാജയുടെ സ്വകാര്യ രുചിയാണ്. ആഹാ, മോളോ? എന്തേ? എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. വൈകിട്ടോ നാളെ രാവിലെയോ വരുമെന്നല്ലേ പറഞ്ഞത്? അതാണെന്നില്ല, ഞെട്ടിക്കും. അല്ല, അതുകൊണ്ട് അമ്മ എവിടെ പോയിരുന്നു? എന്താണ് ഒരു പരിങ്ങൽ? രാജ് കിച്ചൻ? ഏയ് അല്ല, ഞാനെന്തിനാ അവിടെ പോന്നെ? ഞാനൊരു പോസിബിലിറ്റി ചോദിച്ചതേ ഉള്ളൂ. പുതിയൊരു വെജിറ്റബിൾ ഷോപ്പ് തുറന്നു പെട്രോൾ പമ്പിനടുത്ത്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാ. എന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? ഒന്നും വാങ്ങിയില്ല ഞാൻ. അവിടെ വില ഭയങ്കര കൂടുതലാ. പിന്നെ ഫ്രഷ് വെജിറ്റബിൾസും അല്ല. എങ്കിലേ നമുക്ക് ഒരുമിച്ച് നാളെ പോവാം. പുതിയ കടയാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ നോക്കുന്നു. അതെ, ഇവിടുന്ന് പോയിട്ട് നീ നേരെ ചൊവ്വയൊന്നും കഴിച്ചില്ലേ? ഒരു കോലം കണ്ടില്ലേ? ഇതേ എല്ലാ അമ്മമാരും പറയുന്നതാ. കൊറേ ദിവസം കാണാതിരുന്ന് മക്കളെ കാണുമ്പോ ക്ഷീണിച്ചു പോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയും. അത് കേരളത്തിലെ അമ്മമാരുടെ ഒരു മൗലിക അവകാശമാണല്ലേ? പകൽ സമയം കുറച്ച് മയങ്ങാമെന്ന് വെച്ചാ സമ്മതിക്കത്തില്ല. ഇത് എന്റെ മുത്തശ്ശനൊരു തൊപ്പി. എനിക്കിതൊന്നും വേണ്ട. അച്ഛാ, ഞാൻ മുത്തശ്ശന് വേണ്ടി വാങ്ങിയതായിരുന്നു. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. പാരിതോഷികം വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനത് പാരിതോഷികമല്ലല്ലോ, സമ്മാനമല്ലേ? മുത്തശ്ശന് ചെറുമകള് തരുന്ന സമ്മാനം. ചെറുമകൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇങ്ങ് താമോളെ. അച്ഛാ, ഞാനിത് മുറിയിൽ കൊണ്ടുപോയി വെച്ചേക്കാം. സൗകര്യം പോലെ എടുത്താ മതി. സാരമില്ല അച്ഛാ. കൊള്ളാം. എന്തായാലും അവൾക്ക് ഔചിത്യ ബോധമുണ്ട്. മുത്തശ്ശ, കൊള്ളാലോ. എന്താ ഇത്? തല ചൊറിയുന്നു. പുഴുവിനെ തൊട്ട പോലുണ്ട്. ഓരോ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ഫുട്പാത്തിൽ നിന്ന് വിലപേശി വാങ്ങിയതായിരിക്കും. കറക്റ്റ്. മുത്തശ്ശനത് മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്നാലും അതൊക്കെ അണിഞ്ഞു നിന്നപ്പോ ഒരു പ്രത്യേക ഗെറ്റപ്പായിരുന്നു കേട്ടോ. ഒന്നുകൂടി ആ തൊപ്പിയൊന്ന് വെക്ക, ഞാനൊരു ഫോട്ടോ എടുക്കാം. എന്റെ പട്ടി വെക്കുന്നതിന്റെ തൊപ്പി. എന്നാ ഷോളൊന്ന് കഴുത്തിലിട്ടാലും മതി. ഒന്നും മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? അവിടെ ഒരു തൊപ്പിയും ഷാളും. ശരി, ഇഷ്ടായില്ലെങ്കിൽ വേണ്ട, ഞാനേതായാലും പാവങ്ങൾക്ക് കൊടുത്തേക്കാം. നിക്കടി അവിടെ. മീര വിളിക്കുന്നല്ലോ. ആ മീര. ഹലോ മീര. മീര കേൾക്കുന്നില്ലേ? എല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നീളയാണേ മാഷേ. നീള? അതെ. എന്താ മറന്നുപോയോ? ഇത് പക്ഷെ മീരയുടെ ഫോണാണല്ലോ. ആണ്. അമ്മയുടെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു, ചുമ്മാ. കുറച്ചു മുൻപ് ഇങ്ങോട്ടൊരു കോള് വന്നത് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. ആ, പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. കഞ്ഞി കുടിച്ച കഥയുടെ അപാരത കേട്ട് എന്റെ വായിലും വെള്ളം ഊറിപ്പോയി. അതെ, ഒരു അഭ്യുതകാംക്ഷി എന്ന നിലയ്ക്ക് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി മനഃപൂർവ്വം ബൈക്ക് എങ്ങും കൊണ്ടുപോയി ഇടിക്കരുത്. നീരാമ ഉണ്ടാക്കുന്ന കഞ്ഞി കുടിക്കാനേ, അല്ലാതെ നമുക്ക് അവസരം ഉണ്ടാക്കാം. എന്നിട്ട് മീരയോട് ഞാൻ വിളിച്ച കാര്യം പറഞ്ഞു? ചൂടാറാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മുഖം ഒന്ന് കാണണമായിരുന്നു. ഒരു 5-6 ചെന്താമര പൂക്കൾ ഒരുമിച്ച് വിടർന്നില്ലേ മീരാമ്മയുടെ മുഖത്ത്. സൂര്യൻ രാജ് കിച്ചണിലാണെങ്കിലും താമരപ്പൂ ഇവിടെ വിടർന്നു.
എന്റെ അഭാവത്തിൽ ഇവിടെ കാര്യങ്ങൾ പുരോഗമിച്ചല്ലോ, അതിൽ സന്തോഷമുണ്ട് എനിക്ക്. എന്ത് പുരോഗമിച്ചെന്നാ നില പറയുന്നേ? ബൈക്ക് ദുരന്തത്തിനും ആശുപത്രിവാസത്തിനും ഇടയിലൂടെ കഞ്ഞിവീഴ്ത്തും പരിചരണവുമായി തടസ്സം കൂടാതെ കോണ്ടാക്ട് ഉണ്ടായല്ലോ. ഒരു ബ്രേക്ക് ഉണ്ടാവാതെ നോക്കാൻ രണ്ടുപേരും ശ്രമിച്ചു എന്നുള്ളതാണ് സ്വന്തം ലേഖകൻ മനസ്സിലാക്കുന്നത്. നില എത്തിയത് സമാധാനായി. ഇനി അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആളായല്ലോ. കാര്യങ്ങൾ അറിയാനും അവിടെ അറിയിക്കാനും ആളായി എന്ന് പറ. പോലീസ് അസോസിയേഷന്റെ പ്രോഗ്രാമിന്റെ കാര്യം മീര പറഞ്ഞില്ലേ? ഇല്ല, എന്ത് പ്രോഗ്രാം? പോലീസ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. മീറ്റിംഗിന് സ്പെഷ്യലായി നമ്മുടെ മീര സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അധിക സമയം നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മീര വന്ന് ചക്കപ്പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് സംസാരിച്ചിട്ടാ ഉണ്ണിത്ത സാറ് സമ്മതിച്ചത്. കൊള്ളാലോ. അതെന്നോട് പറഞ്ഞില്ല കേട്ടോ. ഈയിടെയായി കുറെ കള്ളത്തരമൊക്കെ ഉണ്ട് മീരാമ്മയുടെ കയ്യില്. ഞാൻ പിടിച്ചോളാം. പക്ഷെ അയാൾ പലപ്പോഴും എന്നോട് മനസ്സ് തുറക്കുന്നില്ല. ആ മനസ്സിന്റെ മണിച്ചിത്രത്താഴ് തുറക്കാനുള്ള താക്കോൽ അരവിന്ദ് സാറ് തന്നെ കണ്ടെത്തണം. സാറ് വിചാരിച്ച പറ്റണമല്ലോ. ഓക്കെ സർ. അവര് നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു. ആരാ? രാജു, ഹൗ ആർ യു? രാജു, ഞാൻ നിന്നെ കുറിച്ച് കുറച്ചു മുമ്പ് ഓർത്തതേ ഉള്ളൂ. എന്നുണ്ടടാ? ഞാൻ നേരത്തെ വീട്ടിലെത്തി. ഇവിടെ എല്ലാം പതിവ് പോലെ. ബോറടിയൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ ഓർമ്മകള് എല്ലാ ബോറടി മാറ്റും. അതെ അതെ, എന്ത് രസമായിരുന്നു നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ലഞ്ചും ഡിന്നറും. പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നെങ്കിലും ഏറെ സമയവും എന്റെ റൂമിൽ തന്നെ ആയിരുന്നല്ലോ രാജു. അതേടാ, നമ്മൾ ഒരുപാട് അങ്ങ് ക്ലോസ് ആയി. തീർച്ചയായിട്ടും വരണം കേട്ടോ. റിയലി ഐ മിസ് യുടാ. ഓക്കെ ഓക്കെ, ശരി, ബൈ. ഏതവനാടി വിളിച്ചത്? നിനക്ക് അവനുമായി എന്താ ബന്ധമെന്ന് എനിക്കറിയണം. നിഖിൽ, അവന്റെ ഫോൺ വന്നപ്പോഴേക്കും ഞാനിവിടെ ഉള്ളതുപോലെ നീ മറന്നു അല്ലേ? എനിക്കറിയണം ആരാ നിന്റെ രാജു, പറയാൻ. എന്റെ പൊന്ന് നിഖിലേ, നീ രക്ഷപ്പെടാനായി ചുമ്മാ കള്ളക്കഥകളൊന്നും പറയണ്ട. വെറുതെ വിടില്ല അവനെ ഞാൻ, ഏത് കൊമ്പത്തെ ആളായാലും. നീ പറയണേ ആരാന്ന്? എന്താടി തുറച്ചു നോക്കുന്നത്?